എവിടെയെങ്കിലും ഫ്ലെക്സ് അവിടെ പ്രദർശിപ്പിക്കണം. ഒരു ലൊക്കേഷൻ ഒരു യൂണിറ്റ് ആയി എടുത്തുകൊണ്ട് ഫ്ലെക്സ് പ്രദർശിപ്പിക്കണം. ഇവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾ ഹറാസ്മെന്റ് വിധേയമായാൽ, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ചാൽ അപ്പോൾ അറിയിക്കണം. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ പല ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ബി രാകേഷ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങളത് പ്രസിദ്ധീകരിച്ചല്ലേ ലെറ്റർ പാഡിൽ. ഇവിടുത്തെ ഉന്നത അധികാരികളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ലൊക്കേഷനിൽ കയറണം, നിങ്ങൾ എക്സൈസ് വരണം, നിങ്ങൾ പോലീസ് ചെക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമേ ഉള്ളൂ, സുഗമമായി ഷൂട്ടിംഗ് നടക്കണം. ഞങ്ങളുടെ പണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ അഫിലിയേഷൻ്റെ പണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സുഖമായി നടത്തണം. ഉപ്പ് തിന്നും വെള്ളം കുടിക്കണം. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ സ്വകാര്യതകളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ശല്യമാണ്, ഇത് പൊതുശല്യമാണ്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളെയൊക്കെ എന്നെ ിക്കേണ്ടവരായിരുന്നു. ഇനി ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. പിന്നെ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിയമപരമായി കാര്യങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ 3 സ്റ്റേറ്റ്സ് ഓഫ് ഓർഗാൻ എന്ന് പറയുന്ന ജുഡീഷ്യറിയാണ്, ഒന്ന് ലെജിസ്ലേച്ചറാണ്, ഒന്ന് എക്സിക്യൂട്ടീവാണ്. ഞങ്ങൾക്ക് സംഘടനാപരമായ തീരുമാനം എടുക്കാൻ പറ്റും. സംഘടനാപരമായ തീരുമാനം ഞങ്ങളുടെ ചെയർമാൻ ജി സുരേഷ് കുമാർ ഇപ്പോൾ രാവിലെ സംസാരിച്ചു, ഇന്നലെ സംസാരിച്ചു. ഞങ്ങളുടെ പ്രസിഡന്റ് BR ജേക്ക് സംസാരിച്ചു എന്നോട്. ഞങ്ങൾ സംഘടനപരമായ തീരുമാനം ശക്തമായി എടുക്കും. തിങ്കളാഴ്ച 3 മണിക്ക് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ സംഘടനപരമായ തീരുമാനം എന്തെടുക്കാമെന്ന് നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാം. ഇതിൽ കൂടി ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇറങ്ങി ഓടി എന്ന് പറയുന്നു. അപ്പോൾ ഇത് വിൻസി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു താക്കീത് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നടപടി എന്നുള്ളതാണ് ചോദ്യം. അല്ല, താക്കീതായിരിക്കത്തില്ല. താക്കീതല്ലല്ലോ. കാരണം നമുക്കറിയാം സാമന്താനം തരണമെന്നല്ലേ. നമ്മളിപ്പോൾ പല പ്രാവശ്യമായി സംഭവം. ഇതിനകത്ത് പലരും ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആൾ ഞാനല്ലേ. അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളോട് വിരോധമുള്ളത്. ലഹരി എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടാൻ പാടില്ല. ഞാനായാലും ആരായാലും പൊതുസമൂഹത്തെ കാർന്നു നിന്ന ക്യാൻസറാത് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ഷൂട്ടിംഗ് മുടക്കുന്നത് മാത്രമാണോ? നമ്മുടെ സാമൂഹികമായ വലിയ വിപത്തല്ലേ അത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പോരാട്ടം നമ്മൾ നടത്തും. ബിൻസി പോലും എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായ ഒരു ക്യാമ്പയിനിങ് പങ്കെടുത്തുകൊണ്ടല്ലേ ആ നല്ലൊരു പെൺകുട്ടിയാണ് അത് പറഞ്ഞത്. ഇന്നലെ എത്ര ഭയമായിരുന്നു അതിന് പരാതി തരാൻ വേണ്ടി. എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ ലേഡി മെമ്പർമാർ, ഞങ്ങളുടെ ആഷ, ഞങ്ങളുടെ റാണി, ഇവരെല്ലാം എത്രയോ പ്രാവശ്യം വിളിച്ചു. ഞാൻ തന്നെ ഞങ്ങളുടെ വനിതകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ലോണിൽ വന്ന് വിൻസിയായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് വിൻസി പരാതി നൽകുന്നത്. പരാതി നൽകാൻ നേരം വിൻസിക്ക് അതിനുശേഷമാണ് അമ്മ അവർ ആ പരാതി കോപ്പി വാങ്ങുന്നത്. മനസ്സിലാക്കണം. ഞങ്ങൾക്ക് മെയിൽ ചെയ്തു, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ഇപ്രാവശ്യം ഒരു കാര്യം ഉറപ്പാണ്, ശക്തമായ നടപടി ഞങ്ങൾ എടുത്തിരിക്കും. നിങ്ങളെല്ലാം കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ശക്തമായ നിലപാട് തിങ്കളാഴ്ച സ്വീകരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഉറപ്പല്ലേ? ഫിലിം ചേംബർ എപ്പോഴും ആവശ്യപ്പെടാത്തത്? ഫിലിം ചേംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള ഫിലിം ചേംബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അപ്പെക്സ് ബോഡി ഓഫ് മലയാളം ഇൻഡസ്ട്രി. എന്താ ഉണ്ട്? പണം മുടക്കുന്നവരുടെ സംഘടനയാണ് അല്ലേ? ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സംഘടനയാണ്, ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ സംഘടനയാണ്, കേരളത്തിലെ തിയേറ്ററുകളുടെ സംഘടനയാണ്, സംയുക്തമായ അപ്പെക്സ് ബോഡിയാണ്. ഞങ്ങളുടെ അഫിലിയേറ്റ്സ് ആണ്, ഞങ്ങളുടെ 3 ബ്രാഞ്ചസാണിത്. അവർ പണം മുടക്കുന്നവരുടെ സംഘടനയാണ്. ഞങ്ങളുടെ പണം മുടക്കുന്നവർക്ക് സേഫ്റ്റി വേണം, എക്കണോമിക് സേഫ്റ്റി വേണം, എക്കണോമിക് വെൽഫെയർ വേണം. അതിനുവേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജോലി ചെയ്യാൻ വരുന്നവർ എന്ന് പറയുന്നത് ആരാണ്? ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വേതനം കൈപ്പറ്റുന്നവരല്ലേ. അവർ വളരെ മര്യാദയായി ജോലി ചെയ്ത് ഞങ്ങളുടെ എക്കണോമിക് സേഫ്റ്റി കാത്തു പരിപാലിക്കാൻ അവർക്ക് ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ മെമ്പർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളോ അതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായാൽ, അത് ലഹരി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ ഫിലിം ചേംബർ എന്ന് മുന്നിൽ നിന്നിട്ടുണ്ട്. സർക്കാരിനോട് എത്രയോ പ്രാവശ്യം ഫിലിം ചേംബർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2 ആഴ്ച മുമ്പ് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞങ്ങളുടെ അഫിലിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് കൊടുത്ത ലെറ്റർ പാഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശക്തമായ നടപടി സർക്കാരിനോട് പറഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രത്ത് ഒരു ലൊക്കേഷനിൽ കയറിയല്ലോ പോലീസ്, എക്സൈസ് കയറിയല്ലോ, അവിടെ വെച്ച് പിടിച്ചല്ലോ. ഞങ്ങൾ എന്തെങ്കിലും പ്രതിഷേധിച്ചോ? പിടിക്കണം. ലെറ്റർ സാവധ ബോഡി നമുക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. കൃത്യമായി നമ്മളത് മോണിറ്റർ ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കി, 2022 മുതൽ വനിതാ കമ്മീഷൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് വിരലെണ്ണാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മാക്സിമം ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കി കണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അതുപോലെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇതിനകത്തുള്ള സമൂഹത്തിൻ്റെ പരിച്ഛേദം ഇവരെല്ലാം. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എല്ലാവരും നല്ലവരായിരുന്ന കേരളത്തിൽ നമ്മുടെ ലോകത്ത് പോലീസ് വേണ്ടല്ലോ, എല്ലാവരും നല്ലവരായിരുന്ന കോടതി വേണ്ടല്ലോ, എല്ലാവരും നല്ലവരായിരുന്ന പോലീസ് നമ്മുടെ നിയമം വേണോ? അപ്പോൾ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവക്കാരുണ്ടാവും. പക്ഷേ ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുണ്ടാവും. ഈ ഇൻഡസ്ട്രി നന്നായി പോകണം. ലഹരി എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാക്കണം. ലഹരി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഷൂട്ടിംഗ് തടസ്സം വരുത്തുക, വനിതകളെ ഉപദ്രവിക്കുക, ഹറാസ് ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, അങ്ങനെയുള്ളവരാൽ ഇനി മുതൽ പരാതി ലഭിച്ചാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ ഫിലിം ചേംബറിന് മുമ്പ് പറഞ്ഞുള്ള പരാതി ലഭിച്ചാൽ, ഞങ്ങൾക്ക് പരാതി ലഭിച്ചല്ലോ, റിട്ടേൺ പരാതി ലഭിക്കണം. പരാതി ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കും. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്യില്ല.
സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഫിലിം ചേംബർ പ്രതിനിധി സജി നന്ദ്യാട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയുണ്ടാകും. അടുത്ത ദിവസം തന്നെ ആ നടപടി എന്ത് എന്നതിൽ മാധ്യമങ്ങളോട് വിശദീകരണം നൽകുമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒരു പരിശോധനയിൽ ഇന്നലെ രാത്രി നടന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതികരണം വന്നത്. ഒപ്പം തന്നെ വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിലാണ് ഫിലിം ചേംബർ പ്രതിനിധി ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 10:48 ഡാൻസ് ഓഫിന്റെ പരിശോധന കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നടന്നത്. അപ്പോൾ ഇയാൾ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ 24 ആണ് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത്. ജനൽ വഴി ഊർന്നിറങ്ങി താഴേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ. ഡാൻസ് ഓഫിന്റെ പരിശോധനയിൽ എന്താണ് അവർക്ക് ലഭിച്ചത്, അവിടെ ലഹരി വസ്തുക്കൾ മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. നേരത്തെ പോലീസ് പറയുമ്പോൾ അവർക്ക് ഇക്കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്ന തരത്തിലേക്കൊരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് എന്തിന് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. മറ്റൊന്ന്, വിൻസി അലോഷ്യസ് നൽകിയ പരാതി. കഴിഞ്ഞ ദിവസം അവർ പറയുമ്പോൾ പേര് വെളിപ്പെടുത്താതെയായിരുന്നു താൻ ജോലി ചെയ്ത ഒരു സിനിമാ സെറ്റിൽ ഉണ്ടായ അനുഭവം പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ ആ പേര് വെളിപ്പെട്ടിരിക്കുന്നു. അത് ഷൈൻ ടോം ചാക്കോ ആണെന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.